ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറേ അപ്ഡേറ്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ബംഗ്ലാദേശിൽ ഏതാണ്ട് 10 മില്യൺ ആൾക്കാർ പണിയെടുക്കുന്ന സെക്ടറാണ് ഗാർമെൻറ്റ് മാനുഫാക്ചറിങ് സെക്ടർ. ഈ സെക്ടറിൽ 10 ലക്ഷം ആൾക്കാർ തൊഴിലെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 80% ഗാർമെൻറ്റ് കമ്പനികളും ഫെബ്രുവരി 1 തീയതി മുതൽ അടച്ചു പൂട്ടാനുള്ള തീരുമാനത്തിലാണ്. ഇതിൽ പരമാവധി കമ്പനികൾ ബാങ്ക്രപ്സിയാണ് അവരുടെ പ്രശ്നം. അവർക്കെടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബാങ്കുമായിട്ട് അവർ പലതവണ ചർച്ചകൾ നടത്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഫെബ്രുവരി 1 തീയതി മുതൽ ഞങ്ങൾ കമ്പനി അടച്ചു പൂട്ടാൻ പോവുകയാണെന്ന് 80% കമ്പനികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ഗവൺമെൻറ്റിന് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ തീരുമാനം എടുക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ കാര്യങ്ങൾ ഗുരുതരമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഫെബ്രുവരിയിലാണ് അവിടുത്തെ ഇലക്ഷനും കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയിൽപ്പെട്ട ഒരു നേതാവ് ഭയങ്കരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞങ്ങൾ പാകിസ്ഥാനോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ പോലത്തെ രാജ്യമല്ല എന്നാണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിക്കും ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിക്കും എന്താണ് വ്യത്യാസം? അതിൽ വലിയ വ്യത്യാസമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. രണ്ടും സെയിം സംഭവം തന്നെയാണ്. എല്ലാം തന്നെ മൗദൂദിയുടെ ഫോളോവേഴ്സാണ്. മൗദൂദിയുടെ അനുയായികൾ മൗദൂദിസം മാത്രമേ സ്പ്രെഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനല്ല ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഫേക്ക് വാഗ്ദാനങ്ങൾ തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് ബംഗ്ലാദേശിൽ എന്താണ് സ്ഥാനം? അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണോ ജമാഅത്ത് ഇസ്ലാമി? ഒരിക്കലുമില്ല. അവർ പൊളിറ്റിക്കൽ പാർട്ടിയെ ഏത് പാർട്ടി വരണം എന്നുള്ള തീരുമാനമെടുക്കാൻ കപ്പാസിറ്റിയുള്ള മത ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘടനയാണ്. അതിൻ്റെ ഒരു ടൂളായിട്ട് അവർ പൊളിറ്റിക്കൽ പാർട്ടിയെ കരുതുന്നുണ്ട്, അതിനെ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ ആ സംഘടനയിൽപ്പെട്ട ആളാണ് വന്ന് പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ബംഗ്ലാദേശിൽ നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഇതിലുപരിയായിട്ട് മൈനോറിറ്റികൾക്കെതിരെയുള്ള കൊലപാതകങ്ങളും കൂടി അവിടെ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബംഗ്ലാദേശിൻ്റെ ഒരു പിക്ചർ. അപ്പോൾ അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ വാട്ടർ ക്രൈസിസ് അത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ശുദ്ധജലം ലഭ്യതക്കുറവ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് വാർത്തകൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇലക്ഷൻ പ്രചാരണത്തിൽ ഉടനീളം ഇതുമായിട്ട് ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ ജമാഅത്ത് ഇസ്ലാമി സംഘടനയിൽപ്പെട്ട സ്റ്റുഡൻസ് സംഘടനയുണ്ടല്ലോ, NCP, ആ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ഈ വെള്ളത്തിൻ്റെ കാര്യം പരിഹരിക്കുമെന്നുള്ള നിലയിലാണ് മെയിനായിട്ട് അവരുടെ ജനസേവന പ്രവർത്തനം എന്നുള്ള നിലയിൽ അവരതാണ് മുന്നോട്ട് വെക്കുന്ന അജണ്ട. എല്ലാവർക്കും ശുദ്ധജലം ഉറപ്പുവരുത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് അവതരിപ്പിക്കുന്നവർ. ഫെബ്രുവരി പകുതി ആകുമ്പോഴത്തേക്കും ഇതിലൊരു തീരുമാനത്തിൽ എത്തും. ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലെ ഇന്ത്യക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ ഇന്ത്യ സന്ദർശനം, അതിനെ തുടർന്ന് ഇന്ത്യ യൂറോപ്പുമായിട്ട് സൈൻ ചെയ്യാനിരിക്കുന്ന ഡിഫൻസ് പാക്റ്റ്, അതേപോലെ FTA ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ചർച്ചാ വിഷയങ്ങൾ. ഇതിനെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിനെ തുടർന്ന് ഇന്ത്യ ഗ്രാജുവലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രവർത്തികളുണ്ട്. അപ്പോൾ അതിൽ ഇത്തവണ യൂറോപ്യൻ ഡെലിഗേഷൻസ് വന്നിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ജനുവരി 26 നടക്കുന്ന ആ റിപ്പബ്ലിക്കൻ ഡേ കർത്തവ്യപഥ് പരേഡിൽ നമ്മളുടെ ട്രൈ സർവീസ് ഷോക്കേസ് ഉണ്ടല്ലോ, ആർമി, നേവി, എയർഫോഴ്സ്, ഇതിൽ S-400 ആദ്യമായിട്ട് നമ്മൾ പ്രദർശിപ്പിക്കും. ഇതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അതായത് ഇത് ഡെലിഗേറ്റ്സ് ആയിട്ട് വന്നിരുന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ആൾക്കാരും, S-400 എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു ഡിഫൻസ് എക്യുപ്മെൻ്റ് ആണ്. അത് ഇന്ത്യ അത് പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. യൂറോപ്യൻ യൂണിയൻ്റെ ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള ഖായ ഖലാസ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഡിഫൻസ് പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, യൂറോപ്പിന് ട്രേഡിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡിഫൻസ് ആണ്. അപ്പം ഡിഫൻസ് പാക്റ്റ് ഒരു പരിധി വരെ ഓക്കെ ആയാൽ മാത്രമേ FTA പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്നോട്ടേ നടക്കുകയാണ് ചർച്ചകൾ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്. ഡിഫൻസ് സഹകരണം എത്ര ഡീപ്പായിട്ട് നമ്മൾ യൂറോപ്പുമായിട്ട് ഡിഫൻസ് സഹകരണത്തിൽ മുന്നോട്ട് പോകുന്നു അതിനനുസരിച്ചിരിക്കും നമ്മളുടെ FTA ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എത്രയും പെട്ടെന്ന് ഒപ്പുവെക്കുന്നത്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിക്ക് കിട്ടിയ ഒരു സക്സസ് ആയിട്ട് തന്നെയാണ് യൂറോപ്പിൻ്റെ ഇന്ത്യ വിസിറ്റിനെയും അതിനോടനുബന്ധിച്ച് നടക്കാനിരിക്കുന്ന ഈ ട്രേഡ് പ്ലസ് ഡിഫൻസ് എഗ്രിമെൻറ്റുകളെയും നോക്കിക്കാണുന്നത്. ഇതിന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, അമേരിക്കയുടെ സമ്മർദ്ദത്തിൽ യൂറോപ്പ് ഇന്ത്യക്കെതിരെ സാങ്ഷൻസ് ഇടേണ്ട സാഹചര്യത്തിൽ നിന്നും അതിനെ നമ്മൾ ഒരു പോസിറ്റീവായിട്ട് മാറ്റിക്കൊണ്ടുവന്ന് അതിനെ വ്യാപാര കരാറായിട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് സക്സസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്നത്.
നോർവേ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ വിശേഷിപ്പിക്കുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ട്രംപ് സ്വിറ്റ്സർലാൻഡിൽ ഡാവോസിൽ വെച്ച് നടത്തിയ ഒരു സ്പീച്ച്, അതിനെ തുടർന്ന് നടത്തിയ ബോർഡ് ഓഫ് പീസ്, ഗാസയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയ ബോർഡ് ഓഫ് പീസ്, അവിടെ ഒരു ഡീവിയേഷൻ കൃത്യമായിട്ട് ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഡീവിയേഷൻ വേറെ ഒന്നുമല്ല, ട്രംപിൻ്റെ ഇൻവിറ്റേഷനെ ഒരു രീതിയിലും പരിഗണിക്കാത്ത അവസ്ഥയും ഒരു പോസിറ്റീവ് നോട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെഗറ്റീവോ ഒന്നും തന്നെ പറയാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഇന്ത്യയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ അതേസമയം പാകിസ്ഥാൻ അതിനെ വല്ലാത്ത രീതിയിൽ ഏറ്റുപിടിക്കുകയും പാകിസ്ഥാൻ ശരിക്കും അവർ ഗാസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ട്രംപിനോട് ഒത്തു നിൽക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അവിടെയും നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ എടുത്ത തീരുമാനമാണ് അവിടെ ഒരു ഡീവിയേഷനായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഡാവോസിൽ ശരിക്കും ഇന്ത്യ മാത്രമല്ല അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാടുമായിട്ട് അവിടെ നിന്നത്. ഇന്ത്യ ശരിക്കും ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസിൽ നിന്നാണ് വിട്ടുനിന്നത്. പക്ഷേ ഇത് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട പല രാജ്യങ്ങളും, ഇറ്റലി ബോർഡ് ഓഫ് പീസിൽ താല്പര്യം കാണിക്കുന്നില്ല, ജർമ്മനി താല്പര്യം കാണിക്കുന്നില്ല, UK താല്പര്യം കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ് താല്പര്യം കാണിക്കാതെന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് വിളിച്ചാൽ അവരൊന്നും നിൽക്കും, പക്ഷേ 1 ബില്യൺ കൊടുത്തുകൊണ്ട് ആരും ഒന്നും നിൽക്കില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പൈസ കൊടുത്ത് ഇപ്പം സമാധാനം വാങ്ങണ്ട എന്നാണ് യൂറോപ്പിൻ്റെ തീരുമാനം, പ്രത്യേകിച്ച് ഗാസയ്ക്ക്. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, അതുകൊണ്ട് യൂറോപ്പ് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ട്രംപിന് തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഒരു ഹൊറൈസോൺ ആണെന്നാണ് ജർമ്മനിയുടെ അംബാസഡർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജർമ്മനി അംബാസഡർ ഫിലിപ്പ് അക്മാൻ ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരൻ ഇന്ത്യയും ജർമ്മനിയും അതേപോലെ യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നിലവിൽ വരാൻ വേണ്ടിയിട്ട് വളരെയധികം കഠിന പ്രയത്നം എടുത്ത വ്യക്തിയാണ് കേട്ടോ, ഡോക്ടർ ഫിലിപ്പ് അക്മാൻ. പുള്ളിക്കാരനാണ് ഇന്ത്യൻ എംപ്ലോയീസിനെ ജർമ്മനിയിലേക്ക് ആവശ്യമുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ പറഞ്ഞിരുന്നത്. ട്രംപിൻ്റെ H1B വിസ വന്നിരുന്ന സമയത്തൊക്കെ ശക്തമായ രീതിയിൽ ഇന്ത്യയോടൊപ്പം നിലനിൽക്കുകയും ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറപ്പെടുവിക്കുകയും ചെയ്ത വ്യക്തിയിൽ വളരെ മുൻനിരയിലുള്ള ആളാണ് ഡോക്ടർ ഫിലിപ്പ് അക്മാൻ. അതുപോലെ തന്നെ അടുത്തൊരു വാർത്ത വരുന്നത് ഇന്ത്യ ഇസ്രായേൽ കൂടിക്കാഴ്ച. ഇത് ഇന്ത്യയിൽ വെച്ച് നടക്കേണ്ടതായിരുന്നു, പക്ഷേ ചില കാരണങ്ങളാൽ ഈ മീറ്റിംഗ് ഇസ്രായേലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ പ്രൈം മിനിസ്റ്റർ മോദി ഇസ്രായേൽ സന്ദർശിക്കും. ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ് വിസിറ്റാണ്. ഇൻവിറ്റേഷൻ ഓൾറെഡി തന്നെ ഇന്ത്യക്ക് അയച്ചു കഴിഞ്ഞു. അപ്പം പ്രൈം മിനിസ്റ്റർ മോദി ഇസ്രായേൽ സന്ദർശിക്കും ഫെബ്രുവരിയിൽ. പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഖൈബർ പഖ്തൂൺവ മേഖലയിൽ ഒരു വിവാഹവേദിയിൽ പൊട്ടിത്തെറി. ഈ ബോംബാണ് പൊട്ടിത്തെറിച്ചത്. ഇതിൽ 5 പേര് കൊല്ലപ്പെട്ടു, 10 പേർക്ക് ഗുരുതരമായ പരിക്ക്. ഇപ്പം ഇത് നടന്നത് ഒരു സുപ്രധാന പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിൻ്റെ വസതിയിലാണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് TTP എന്ന് പറഞ്ഞ തെഹ്രീക്ക് താലിബാനികൾ നടത്തിയ ആക്രമണമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. പീസ് കമ്മിറ്റി ലീഡർ ദേറ ഇസ്മായിൽ ഖാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലാണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. ട്രംപ് ആണെങ്കിൽ ഇറാൻ്റെ തൊട്ടടുത്ത് വാർഷിപ്പുകളൊക്കെ കൊണ്ട് നിർത്തി വെച്ചിട്ട് ഇറാനുമായിട്ടുള്ള ടഫ് നെഗോസിയേഷന് വേണ്ടിയിട്ട് ഒരു ചാൻസ് കൊടുത്തിട്ട് നോക്കി നിൽക്കുകയാണ്. എന്താണ് സംഭവം നമുക്കറിയില്ല, ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഇപ്പോൾ വരുന്നില്ല. ഇറാനെ അറ്റാക്ക് ചെയ്യുമോ ഇല്ലയോ, എന്താണ് അവസ്ഥ, ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരവും തന്നെ പുറത്തു വരുന്നില്ല. പക്ഷേ വാർഷിപ്പുകളെല്ലാം തന്നെ ഇറാനെ എയിം ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇറാനും കട്ടയ്ക്ക് ഞങ്ങളെ തൊട്ടാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ്റെ IRGCയുടെ ജനറൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള നിലയിൽ നീ അടിച്ചാൽ ഞാൻ അടിക്കും എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സംഭവം. പിന്നെ ഒരു വിഷയം പറയാനുള്ളത് വെച്ചാൽ, ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഇമേജസ് ഒന്ന് നിങ്ങൾ നോക്കുക. ഈ ഇമേജസിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ IRGC ഭരണകൂടം നടത്തിയ ക്രൂരതകളുടെ തെളിവാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ്സ് ഞാനിവിടെ സ്പെൽ ചെയ്യുന്നില്ല, നിങ്ങളതിനെ വായിച്ച് മനസ്സിലാക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ആ കൂട്ടത്തിൽ നമ്മളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ, ഇതിൽ നിന്നും ഫേസ് കണ്ടെത്തി തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ എത്ര റിസ്ക് ഉള്ള കാര്യമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത്രമാത്രം കറുത്ത സിബ്ബർ ബാഗുകൾ കുന്നുകൂടി കിടക്കുകയാണ്. ഇത് ഓരോന്നിൻ്റെ ഉള്ളിലും ഒരു ജീവനറ്റ ശരീരമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഇപ്പോഴും നിലവിലെ ഇറാൻ്റെ അവസ്ഥയാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ഇന്ത്യ ഇറാൻ്റെ IRGC ഭരണകൂടത്തിനെ തന്നെയാണ് പിന്തുണച്ചിരിക്കുന്നത് UN വെച്ചിട്ട്. അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാളും പ്രാധാന്യം മനുഷ്യജീവനുകൾക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇവിടെ IRGC ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരകൃത്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വാർത്ത കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വാർത്ത ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഈ രീതിയിലാണ് IRGC ഭരണകൂടം ക്രൂരമായ കൊലപാതകങ്ങളിലൂടെ അവിടുത്തെ പ്രതിഷേധത്തിനെ അടിച്ചമർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ
90 മില്യൺ ഇറാനിയൻസ് അവരെല്ലാം തന്നെ ജയിലിൽ കിടക്കുന്ന അവസ്ഥയാണെന്നാണ് പൊതുവിൽ അവർ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോൺ വിളിക്കുന്നത് പോലും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറാനിയൻ ഭരണകൂടം. ആ രാജ്യത്തിനുള്ളിലേക്ക് ഫോൺ കോൾ ചെയ്യാൻ കഴിയില്ല. ഇന്റർനാഷണൽ കോൾ അവർക്ക് വേണമെങ്കിൽ പുറത്ത് ഒരു 1-2 മിനിറ്റ് വിളിച്ച് സംസാരിക്കാം. അങ്ങനെയാണ് ആ രാജ്യത്തിനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണകൂടം. അമേരിക്ക ഇറാഖിനൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇറാഖ് തുടർച്ചയായിട്ട് ഇറാനിലേക്ക് എണ്ണ ഒഴുക്കുന്നുണ്ട്. അപ്പോൾ ആ എണ്ണ ഇപ്പോൾ കൊടുക്കാൻ പാടില്ല, അത് നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ എനർജി സോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനാണ് ഇറാഖിനടുത്ത് അമേരിക്ക നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെന്റ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.